JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന പൂയം നക്ഷത്രത്തിൻ്റെ 2025 ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചാണ്. പൂയം നക്ഷത്രം എന്ന് പറയുമ്പോൾ വാൽക്കണ്ണാടി പോലെ 8 നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു കൂട്ടമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയാണ്. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴം. ദൈവഗണത്തിൽ പുരുഷയോനിയിൽ ജലഭൂതത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് പൂയം. ഇതിൻ്റെ പക്ഷി ചെമ്പോത്താണ്, ഉപ്പൻ എന്നും പറയാറുണ്ട്. വൃക്ഷം അരയാലും, മൃഗം ആടാണ്. ഈ നക്ഷത്രക്കാർ ശനിദശയിൽ ജനിക്കുന്നവരാണ്. 2025 11-ലും 12-ലുമായി വ്യാഴവും, 8-ലും 9-ലുമായി ശനിയും, 9-ലും 8-ലുമായി രാഹുവും സഞ്ചരിക്കുന്ന വർഷമാണ് 2025. സകല ദേവീദേവന്മാരെയും സൂചിപ്പിക്കുന്ന, എല്ലാവരുടെയും കൃപ ലഭിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന ബൃഹസ്പതി എന്ന വ്യാഴമാണ് പൂയം നക്ഷത്രത്തിൻ്റെ ദേവത. വ്യാഴം എന്ന ഗ്രഹത്തെ ഗുരു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്സവം, ശാന്തികർമ്മങ്ങൾ, വിവാഹം ഒഴിച്ചുള്ള മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം നല്ലതാണ്. പൊതുവെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാത് കുത്തുന്നതിന്, പേരിടുന്നതിന്, ചോറ് കൊടുക്കുന്നതിന്, കുഞ്ഞുങ്ങളെ ആദ്യമായി തൊട്ടിലിൽ കിടത്തുന്നതിന്, വീട് വയ്ക്കുന്നതിന്, വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം പാലുകാച്ച് കർമ്മം നടത്തുന്നതിന്, അതുപോലെ ക്ഷേത്ര നിർമ്മാണത്തിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പ്രതിഷ്ഠ നടത്തുന്നതിന്, പുനഃപ്രതിഷ്ഠ നടത്താൻ, അതുപോലെ പുടവ ഉടുക്കുന്നതിന്, കൃഷി കാര്യത്തിന്, വിത്ത് വിതയ്ക്കുന്നതിനും, അതുപോലെ കൃഷിയൊക്കെ തുടങ്ങുന്നതിന്, സർക്കാർ സംബന്ധമായ കാര്യത്തിന് പോകുന്നതിന്, അതുപോലെ സത്യപ്രതിജ്ഞ ചെയ്യാൻ, മത്സരം നടത്തുന്നതിന്, ഇലക്ഷൻ നടത്താൻ, കോടതി സംബന്ധമായ കാര്യത്തിന് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള അപ്പീൽ കൊടുക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന്, വിദ്യാഭ്യാസം ഏത് വിദ്യ ആയാലും തുടങ്ങുന്നതിന്, ജ്യോതിഷം പഠിക്കുന്നതിന്, പ്രത്യേകിച്ച് മൃദംഗം പഠിക്കാൻ, കച്ചവടം തുടങ്ങുന്നതിന്, ആന, കുതിര മുതലായ മൃഗങ്ങളുടെ പുറത്ത് കയറുന്നതിന്, പണ്ട് ആനപ്പുറത്ത് കയറുന്നതിനും കുതിരപ്പുറത്ത് കയറുന്നതിനും ഒക്കെ മുഹൂർത്തം നോക്കുമായിരുന്നു. ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂയം. എന്നാൽ വിവാഹത്തിന് ഉപയോഗിക്കാറില്ല ഈ ദിവസം. ഈ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ചില പ്രത്യേക സമയത്തും ചില പ്രത്യേക ദിവസവുമൊക്കെ ആണെങ്കിൽ നക്ഷത്രദോഷത്തെ പറയാറുണ്ട്. നക്ഷത്രദോഷത്തെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ 9 നക്ഷത്രമാണ് സാധാരണഗതിയിൽ നക്ഷത്രദോഷത്തെക്കുറിച്ച് പറയുന്നത്. ഇതിനെ ഗണ്ണാന്ത ദോഷമൊന്നും ഒക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത്. അതായത് അശ്വതി മകം മൂലം, ആയില്യം കേട്ട രേവതി, പൂയം, പൂരാടം, അത്തം, ഇങ്ങനെ 9 നാൾ പ്രധാനമായിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ നക്ഷത്രത്തിൻ്റെയും കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ നക്ഷത്രത്തിനും, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ നക്ഷത്രത്തിൽ ഏത് നക്ഷത്രമായാലും അതിന് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന തരത്തിൽ വളരെ ലളിതമായിട്ട് തന്നെ അതിനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ വീഡിയോ പരിശോധിച്ചോളൂ. പൂയം നക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, സന്തോഷവും ശാന്തതയും നിറഞ്ഞ, ധർമ്മനിഷ്ഠയും ബുദ്ധിസാമർഥ്യവും അറിവും കഴിവുമുള്ള, സാമ്പത്തികമായി മെച്ചമുണ്ടാക്കുന്ന തരത്തിൽ ജീവിക്കാൻ ഈശ്വര കടാക്ഷമുള്ളവരാണ് പൂയം നക്ഷത്രക്കാരെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് പറ്റും. അതുപോലെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനും ഇവർക്ക് സാധിക്കും. പൊതുവെ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളവരും അല്പം തടിച്ച ശരീരമുള്ളവരുമാണ് അധികം പേരും. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം ജന്മരാശിയും ഈ രാശി ചൊവ്വായ്ക്ക് നീചവുമാണ്. ഇഷ്ടഭക്ഷണപ്രിയരായ ഇവർ അതിഥി സൽക്കാരത്തിലും ജീവിത സുഖം കൂടുതൽ വേണമെന്ന ചിന്താഗതിക്കാരുമാണ്. ചന്ദ്രൻ്റെ രാശി ആയതുകൊണ്ട് മനോവിചാരങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കാരണം ചന്ദ്രൻ ഒരിക്കലും ഒരേ സമയത്ത് ഒരേ നിൽപ്പല്ലല്ലോ. വെളുത്ത പക്ഷവും കറുത്ത പക്ഷവുമുണ്ട്. അപ്പം ചന്ദ്രന് വെട്ടം കൂടിക്കൂടി വരുന്നു, അതുപോലെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതാണ് ഈ മനോവിചാരങ്ങൾ മാറി മാറി വരും എന്ന് പറഞ്ഞിട്ട് സൂചന. സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ളവരും ഭാഗ്യവതികളും ഈശ്വരഭക്തിയുമാണ്. ധാർമ്മികവും കുടുംബകാര്യങ്ങളിലെ ശ്രദ്ധയും ഇവർക്കുള്ള ഒരു പ്രത്യേക കഴിവാണ്. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് എരിവും പുളിയും ചേർന്ന ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം. മാംസാഹാരത്തേക്കാൾ ഇവർക്ക് കൂടുതൽ പ്രിയം മത്സ്യമാണ്, അതായത് മീനാണ്. ഇലക്കറികൾ വലിയ പഥ്യം, ഇവർ ഇലക്കറികളോട് വലിയ ഒരു ഇഷ്ടമൊന്നും അങ്ങനെ കാണിക്കാറുമില്ല. പൊതുരംഗത്തും സമുദായ കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ ഇടയിൽ
തൻ്റേതായ ഒരു സ്ഥാനം വേണമെന്ന് ഇവർ ചിന്തിക്കും. ചില സന്ദർഭത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവരെ മാറ്റി നിർത്തി ശത്രുതാപരമായി ചിന്തിക്കുന്നവരെ അനുകൂലിച്ച് കാണിക്കുകയും ചെയ്യും. സഞ്ചാരപ്രിയരായ ഇവർ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും അന്യദേശവാസം ഇഷ്ടപ്പെടുന്നവരുമാണ്. ബാല്യകാലം പൊതുവെ ഇവർക്ക് അത്ര മെച്ചമായിരിക്കില്ല. ജീവിതത്തിൽ പൊതുവെ ഉയർച്ച താഴ്ചകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ് ഇവർ. ഇവർക്ക് കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള ചൊവ്വ ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ രാജയോഗപ്രദനായി തന്നെ ജീവിക്കാനും പറ്റും. കർക്കിടകത്തിലോ 9ാം ഭാവത്തിലോ നിൽക്കുന്ന വ്യാഴവും വളരെ ഗുണം ചെയ്യും. പൊതുവെ ബുധനും ശനിയും ഒഴിച്ചുള്ള ആഴ്ചകളും ഇവർക്ക് നല്ലതാണ്. ഇത് പൂയ നക്ഷത്രത്തെ സംബന്ധിക്കുന്ന ഒരു പൊതുഫലം മാത്രമാണെന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുകയും വേണം. കാരണം ഒരു നക്ഷത്രത്തിൽ അനേകം പേര് ജനിക്കും. എല്ലാവരും ഒരുപോലെയൊന്നും ആയിരിക്കത്തില്ല ജീവിക്കുന്നത്. അത് അവരുടെ ദശാകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യാസവും കാണും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിയമം, കോടതി, നീതിന്യായ വകുപ്പ്, ജലസേചനം, ജലസംബന്ധമായ കാര്യങ്ങൾ, ജലഗതാഗതം, കപ്പൽ ജോലി, എണ്ണക്കമ്പനിയുമായി ബന്ധമുള്ള ജോലികൾ, ഹാർബർ, സാമ്പത്തിക മേഖലയിലെ ജോലി, ധനകാര്യം, ബാങ്കിങ്, അക്കൗണ്ടൻ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം പ്രാധാന്യം വരുന്ന മേഖലകൾ ഇവർക്ക് അനുകൂലമാണ് എന്നുള്ള. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം മെച്ചമായും മോശമായും കാണുന്നവരുണ്ട്. അതുപോലെ സന്താനങ്ങൾ പോലീസ്, പട്ടാളം തുടങ്ങിയ പ്രതിരോധ സേനയിൽ പ്രവർത്തിക്കുന്നവരും നല്ല സ്ഥാനത്തിരിക്കുന്നവരും, അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഗുണം ലഭിക്കാത്തവരും അവരുടെ കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരും ഈ നക്ഷത്രക്കാരിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 2025 കടക്കുമ്പോൾ ജനുവരി മാസം അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന ഒരു മാസമായിട്ട് തോന്നും. 11 വ്യാഴം അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും. ജനുവരി 21 വരെ ജന്മരാശിയിലെ ചൊവ്വ മാനസിക സംഘർഷം ഉണ്ടാക്കും. സ്ത്രീകൾക്ക് ഈ മാസം അത്ര മെച്ചമെന്ന് പറയാനില്ല. ഫെബ്രുവരി മാസം നോക്കുമ്പോൾ ശുക്രൻ ഉച്ചരാശിയിലേക്ക് മാറുന്നതിനാൽ സ്ത്രീകൾക്ക് നല്ല സമയമാണ്. സാമ്പത്തികമായ ഗുണം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത വരും. തീർത്ഥയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ അങ്ങനെ ചിന്തിക്കുന്നവർക്കും അതിനുള്ള അനുകൂലമായ സമയമാണ്. ഭൂമി സംബന്ധമായ കാര്യത്തിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഫെബ്രുവരി മാസത്തിലില്ല. മാർച്ച് മാസത്തിലേക്ക് കടക്കുമ്പോൾ ബുധൻ നീചരാശിയിലാണ്. ബുദ്ധിമോശവും ബന്ധുവിരോധവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. പിതൃസ്ഥാനീയരായവർക്ക് സമയം മോശമാണ്. അപകട സാധ്യതയും സൂക്ഷിക്കണം. അഷ്ടമത്തിലെ ശനി മാറുന്ന സമയം കൂടിയാണ് മാർച്ച് മാസം, അതായത് മാർച്ച് 29. ഏപ്രിൽ മാസത്തിലേക്ക് പോകുമ്പോൾ ചൊവ്വ ജന്മരാശിയിൽ വരിക. കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. തൊഴിൽപരമായി അല്പം മെച്ചമൊക്കെ ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കും. സുഖസൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും വരത്തില്ല. എന്നാൽ മദ്യപാനം പോലുള്ള ശീലം ഉപേക്ഷിക്കണം. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണമൊക്കെ ലഭിക്കും. വിദ്യാർത്ഥികൾക്കും നല്ല സമയമൊന്നുമല്ല. മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് PSC, UPSC മുതലായ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. മറ്റ് രംഗങ്ങളിൽ തൊഴിൽ സാധ്യതകൾ വന്നു ചേരുന്നതിനും അതിനുള്ള സാധ്യതയുമുണ്ട്. സർക്കാർ ജോലി മാത്രമൊന്നുമല്ല. സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ജൂൺ മാസത്തിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. പൊതുവേ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്ന ഒരു മാസമാണ് ജൂൺ. വ്യാഴം ജന്മരാശിയുടെ 11 നിന്ന് 12 മാറുന്നു. ശനി, രാഹു, കേതുക്കൾ ഇവരുടെ രാശിമാറ്റം പൊതുവേ ഒരു മാറ്റത്തിന് വഴിയുണ്ടാകുന്ന മാസമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാമ്പത്തികമായി ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാം. സ്ത്രീ പങ്കാളിത്തത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായിട്ട് മുന്നോട്ട് പോകും. ജൂലൈ മാസത്തിലേക്ക് കടക്കുമ്പോൾ കൃഷി, കന്നുകാലി സംരക്ഷണം, തൊഴിലുറപ്പ്, സ്ത്രീകളുടെ കൂട്ടായ്മയിലെ സംരംഭങ്ങൾ എന്നിങ്ങനെയുള്ള കർമ്മരംഗമൊക്കെ സജീവമായി
അതിൽ നിന്നൊക്കെ മെച്ചമുണ്ടാകും. യുവജനങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തന രീതി സഫലമാകും. വിവാഹ സംബന്ധമായ അനുകൂലമായ സമയമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഗുണം ചെയ്യും. ഭവന നിർമ്മാണം, ഭവന വായ്പ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഫലമുണ്ടാകും. ആഗസ്റ്റ് മാസത്തിലേക്ക് പോകുമ്പോൾ വീട് പണി, വീടിൻ്റെ അറ്റകുറ്റപ്പണി, വീട് മൂടി പിടിപ്പിക്കൽ, വീട്ടുപകരണങ്ങൾ വാങ്ങുക മുതലായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരുന്ന ഒരു മാസമാണ്. സർക്കാർ ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക രംഗം ചില പ്രതിസന്ധിക്കൊക്കെ ഇടയാക്കുമെങ്കിലും ചിട്ടി, ലോണ്, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ സാധിക്കും. അതായത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നർത്ഥം. കുടുംബപരമായി ലഭിക്കേണ്ട സാമ്പത്തികം, ഓഹരി എന്നിവയൊക്കെ ലഭിക്കാനുള്ള അവസരവുമാണ്. ആരോഗ്യ സംബന്ധമായി അത്ര നല്ല മാസമല്ല. ഇനി സെപ്റ്റംബർ മാസത്തിലേക്ക് പോകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും വിമർശനപരമായ ആരോപണങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും സർക്കാർ തലത്തിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമാണ്. തൊഴിൽ അന്വേഷകർക്ക് നല്ല സമയമാണ്. വസ്ത്രങ്ങൾ, ആഭരണം, അലങ്കാര വസ്തുക്കൾ, ഫാൻസി ഐറ്റം, സ്ത്രീകളുടെ ഭക്ഷണശാല, സ്ത്രീകൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ, ഇതിനെല്ലാം കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും അതുപോലെ തന്നെ മേന്മയും ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഇനി ഒക്ടോബർ മാസത്തിലേക്ക് പോകുമ്പോൾ വിദേശ പഠനം, ജോലി മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്കും തൊഴിൽ സംബന്ധമായി ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവ പ്രതീക്ഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സാമ്പത്തികമായി മെച്ചമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള സ്ഥിതിയും ഉണ്ടാകും. ഇനി നവംബർ മാസത്തിലേക്ക് നോക്കുമ്പോൾ പിതൃസ്ഥാനീയരായവർക്ക് ആരോഗ്യ പ്രശ്നമോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്ര സംബന്ധമായിട്ട് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം, ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ചില തർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. അതുപോലെ ഭൂമി തർക്കം, സാമ്പത്തിക ക്ലേശം, അതുപോലെ ഉദര സംബന്ധമായ കാര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ, വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വരാം. പൊതുവെ അത്ര മെച്ചമല്ലാത്ത ഒരു മാസമാണ് ഈ നവംബർ മാസം. ഡിസംബർ മാസത്തിലേക്ക് പോകുമ്പോൾ ഭൂമി സംബന്ധമായ കാര്യത്തിൽ ഗുണമുണ്ടാകും. അതുപോലെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി സംബന്ധമായ ബാധ്യതയുള്ളവർക്കും അനുകൂലമായ തീരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സാമ്പത്തികമായ ഇടപാടുകളെ, കൂട്ടു ബിസിനസ്, ഷെയർ മാർക്കറ്റ് മുതലായവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരും. സാമ്പത്തിക വിഷയത്തിൽ അപാകതകൾ ഉണ്ടാകാം. അതുപോലെ എഗ്രിമെൻറ്റുകളൊക്കെ ആലോചിച്ചും സൂക്ഷിച്ചുമൊക്കെ കൈകാര്യം ചെയ്യണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഉദ്ദേശിച്ച ഗുണം ലഭിക്കാൻ അല്പം പ്രയാസമായിരിക്കും. അപവാദങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായി അത്ര മെച്ചമല്ലാത്ത ഒരു മാസമായതുകൊണ്ട് ഡിസംബർ മാസം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യവും വരാം. ഇതും എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടത്തില്ലെങ്കിലും പൊതുവായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചില ഫലങ്ങളെയാണ് പറയുന്നത്. എങ്കിലും ജാതകവശാലുള്ള മാറ്റം, അതുപോലെ തന്നെ നക്ഷത്ര ദശാകാലം, ഓരോരുത്തരുടെ പ്രായം, ഇതൊക്കെ അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുകൂടി മുൻകൂട്ടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.